വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വേദിയിൽ നിൽക്കുന്നത്. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മേയറോട്. കാരണം ഇങ്ങനെ ഒരു പദ്ധതി തിരുവനന്തപുരം നഗരസഭയിൽ കൊണ്ടുവന്നതിന്, അത് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി അതിനുവേണ്ടി പ്രയത്നിച്ചതിന് നമ്മുടെ സഹ കൗൺസിലർമാരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇതൊരു സാധാരണ ഒരു പദ്ധതിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. കാരണം ഈ ഒരു പദ്ധതി നേരത്തെ സൂചിപ്പിച്ച പോലെ ഏകദേശം 5000-ലധികം കുട്ടികൾക്കാണ് നമ്മൾ 101 വാർഡുകളിലുമായിട്ട് 5000-ലധികം കുട്ടികൾക്കാണ് നമ്മൾ കിറ്റുകൾ കൊടുക്കുന്നത്. നേരത്തെ സ്വാഗത പ്രസംഗം പറഞ്ഞ നമ്മുടെ ചെയർമാൻ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു. കുട്ടികൾക്ക് ബാഗ്, കുട, പുസ്തകങ്ങൾ, പേന, പെൻസിൽ, ബോക്സ് തുടങ്ങിയ പഠനോപകരണങ്ങളാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ പഠനയാത്ര കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് ഈ മേയർ കെയർ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു എല്ലാവരും വളരെ ആത്മാഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയാൻ സാധിക്കും, ഇത് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നോ അതുപോലെ തന്നെ പ്ലാൻ ഫണ്ടിൽ നിന്നോ 1 രൂപ പോലും ഇതിനു വേണ്ടി എടുത്തിട്ടില്ല എന്നുള്ളത്. ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് സുമനസ്സുകളുടെ സഹായവും അതുപോലെ തന്നെ മേയർ അത് സൂചിപ്പിക്കും, നിരവധിയായിട്ടുള്ള ബാങ്കുകളുടെയും ഒക്കെ തന്നെ CSR ഫണ്ട് മുഖേനയൊക്കെ തന്നെയാണ് സഹായങ്ങൾ നമുക്കിവിടെ എത്തിയിട്ടുള്ളത്. ഈ ഒരു പദ്ധതി നമുക്കറിയാം, ഇത് ഒരു പാക്കിങ്ങുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള വീഡിയോസും ഒക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ഇത് കണ്ട് രാവിലെ ഞാൻ മേയറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചു, ഇപ്പോഴും നിരവധിയായിട്ടുള്ള ആളുകൾ തിരുവനന്തപുരം നഗരസഭയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. ഇനിയും ബാഗുകളും അതുപോലെ തന്നെ ബുക്കുകളും ഒക്കെ തന്നെ സ്പോൺസർ ചെയ്യുന്നതിനും ഒക്കെ തന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്കറിയാം, ഞാൻ നേരത്തെയും 2 ടേം കൗൺസിലറായിരുന്നു, ഇപ്പോൾ 3ാമത്തെ ടേമാണ് കൗൺസിലർ. പക്ഷേ ഇതുവരെയും ഇങ്ങനെ ഒരു പദ്ധതി ഓൺ ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് ചെയ്യുന്നു അല്ലെങ്കിൽ പാൻ ഫണ്ടിൽ നിന്ന് ചെയ്യുന്ന ഒരു പദ്ധതി അല്ലാതെ ഇങ്ങനെ ഒരു പദ്ധതി തിരുവനന്തപുരം നഗരസഭയിൽ യാഥാർത്ഥ്യമായത് ഇതുവരെയും കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു പദ്ധതി വരുമ്പോൾ തീർച്ചയായിട്ടും, കാരണം എനിക്ക് അതിനേക്കാൾ കൂടുതൽ സന്തോഷം തോന്നിയത് ഒരു പദ്ധതി നമ്മൾ ഇത് ചെയ്യുന്നതിന് വേണ്ടി നമുക്കറിയാം 5000-ഓളം ബാഗുകൾ ബാക്കി പഠനോപകരണം ഒക്കെ തന്നെ ഇവിടെ നമ്മൾ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അത് പാക്ക് ചെയ്യുന്നതന്നെ ഇവിടെ ഓരോ കൗൺസിലറും രാത്രിയെന്നില്ല പകലെന്നില്ല, ഇവിടെ BJP കൗൺസിലേഴ്സ് എന്നോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൗൺസിലേഴ്സ് എന്നോ CPM-ന്റെ കൗൺസിലേഴ്സ് എന്നോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. സ്വന്തം മക്കൾക്ക് എങ്ങനെയാണോ ഒരു ബാഗ് പാക്ക് ചെയ്യുന്നത് അതേപോലെ, അതേ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ മക്കൾക്ക് എങ്ങനെയാണ് നമ്മൾ ബാഗ് പാക്ക് ചെയ്യുന്നത്, കുടകളും അതായത് ബുക്കുകളും ഒക്കെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാക്ക് ചെയ്യുന്നത് പോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ കൗൺസിലർമാരും രാഷ്ട്രീയമൊന്നും നോക്കാതെ ഈ ഒരു പദ്ധതി പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി നിന്നു. അതിന് ഇവിടെ ഇരിക്കുന്ന എൻ്റെ എല്ലാ സഹ കൗൺസിലർമാരോടും ഹൃദയത്തിൽ നിറഞ്ഞ നന്ദി ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മേയർ കെയർ എന്ന് പറയുന്ന പദ്ധതിയുടെ ഫസ്റ്റ് പ്രോജക്റ്റ് മാത്രമാണിത്. കാരണം ഇത് നമ്മൾ തുടക്കത്തിൽ നമ്മുടെ മേയർ സ്കൂൾ ജൂണായിട്ട് നമ്മുടെ സ്കൂളുകളൊക്കെ തന്നെ തുറക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾക്ക്, കുഞ്ഞു കുട്ടികൾക്കൊരു ആദ്യമേ തന്നെ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ വക, നമ്മുടെ മേയറുടെ വക, തിരുവനന്തപുരം നഗരസഭയുടെ ടീമിന്റെ വക ഒരു സമ്മാനമായിട്ടാണ് ഈ ഒരു മേയർ കെയർ പദ്ധതി നിങ്ങൾ എല്ലാവരും കാണേണ്ടത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു പൈലറ്റ് പ്രോജക്റ്റ് മാത്രം, അതിന് ഒരുപാട് പ്രോജക്റ്റുകൾ മേയർ കെയറിന്റെ രീതിയിൽ വരുവാനായിട്ട് പോകുകയാണ്. ഇപ്പോൾ നേരത്തെ ചെമ്മൽ ഉദയൻ ചേട്ടൻ, അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞു, നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകൾ ഇനിയും വരാനായിട്ട് പോകുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരുവനന്തപുരം നഗരസഭ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ സൂചിപ്പിച്ചു. എന്തായാലും ഇപ്പോൾ അനുകൂലമായിട്ടുള്ള സാഹചര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ, കാരണം സ്കൂൾ കിറ്റ് വാങ്ങുന്നതിന് വേണ്ടി ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പുഞ്ചിരി കാണാനാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ച് നല്ല രീതിയിൽ കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ എഞ്ചിനീയേഴ്സ് ആവാനായിരിക്കാം, ഡോക്ടേഴ്സ് ആവാനായിരിക്കാം, സയന്റിസ്റ്റ് ആവാനായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ജനസേവകരാവാനായിരിക്കാം, ഒക്കെ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം. എന്നാലും ഏറ്റവും നല്ല ഹ്യൂമൻ ബീങ് ആയി വളർന്നു വരിക, അതിനു വേണ്ടിയിട്ടായിരുന്നു, അതായിരിക്കും നമ്മുടെയൊക്കെ തന്നെ ലക്ഷ്യം. അതാണ് നമ്മൾ കാണേണ്ടത്. ഇനി നമ്മൾ കോർപ്പറേഷൻ വരുമ്പോൾ ഇവിടെയൊക്കെ നമ്മളെല്ലാവരും മാതൃകയാകുന്ന കുട്ടികളായിട്ട് വേണം നിങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുവാൻ വേണ്ടിയിട്ട്. അതുപോലെ പ്രിയപ്പെട്ട അധ്യാപകരെ ഇവിടെ ഇരിക്കുന്നത്, കാരണം ഈ കുട്ടികളൊക്കെ തന്നെ ഇവിടെ എത്തിയത് നിങ്ങളൊക്കെ തന്നെ സെലക്ട് ചെയ്തവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന കൗൺസിലേഴ്സ് ഒന്നും തന്നെ സെലക്ട് ചെയ്തവരൊന്നുമല്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കറിയാം. കാരണം അച്ഛനമ്മമാരെക്കാളും കൂടുതൽ സമയം
അധ്യാപകരോടാണ് കുട്ടികൾ കൂടുതൽ ഇരിക്കുന്നത്. കാരണം ഈ പേടിയുള്ളൊരു കുട്ടിയെ ആത്മവിശ്വാസമുള്ള കുട്ടിയായി വളർത്തിക്കൊണ്ട് വരുന്നത് നിങ്ങൾ ഓരോ അധ്യാപകരുമാണ്. തീർച്ചയായിട്ടും അവരുടെ വളർച്ചയിലൊക്കെ തന്നെ നിങ്ങളുടെ പങ്കുണ്ട്. തീർച്ചയായിട്ടും അവരെ മാതൃകാപരമായി വളർത്തിക്കൊണ്ട് പോകുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ ഒക്കെ തന്നെ എല്ലാവർക്കും നമ്മുടെ മക്കളെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരെ പഠിക്കുവാൻ വേണ്ടി മാത്രം പഠിക്കണം. തീർച്ചയായിട്ടും പഠിച്ച് നല്ല രീതിയിൽ വളരണം. പക്ഷെ പഠിത്തം മാത്രം പോരാ. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നല്ല രീതിയിൽ സമൂഹത്തിന് മാതൃകയാകുന്ന തലത്തിൽ വളർത്തിക്കൊണ്ട് വരുവാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുക. അതുപോലെ നമ്മുടെ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ കുഞ്ഞു മക്കളോട് ഒരിക്കൽ കൂടി പറയുകയാണ്. ഞാൻ അബ്ദുൽ കലാം സാറിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറയുകയാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, നമ്മൾ സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, നമ്മുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം. നമ്മൾ തീർച്ചയായിട്ടും ഒരുപാട് സ്വപ്നങ്ങൾ കാണുക. ആ സ്വപ്നം നിങ്ങളെ ഉറക്കം കെടുത്തിട്ട് നമ്മുടെ നല്ല ലക്ഷ്യബോധത്തോടെ വളർന്നു വരട്ടെ. സമൂഹത്തിന് മാതൃകയാവുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളർന്നു വരുവാൻ സാധിക്കട്ടെ. അതിന് തീർച്ചയായിട്ടും നമ്മുടെ നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹായങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. ഒരു കുട്ടി സൗഹൃദ നഗരമാക്കി തിരുവനന്തപുരം നഗരത്തെ മാറ്റുവാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട ആരാധനായിട്ടുള്ള നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുവാനാണ് കാത്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം നഗരത്തിന്റെ പിതാവ് ശ്രീ ബി വി രാജേഷ് അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.